മുസ്ലിം ലീഗ് സമസ്ത പോര് രൂക്ഷമാകുന്നതിനിടെ ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് യോഗം ചേരും എന്നാണ് വാർത്തകൾ വരുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേരുന്ന യോഗത്തിൽ ലീഗിന്റെ എല്ലാ പ്രധാന നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. ദസ്ന സുരേഷ് ഉണ്ട്. ദസ്ന, തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഈ ലീഗും സമസ്തയുമായിട്ടുള്ള പോരിന് ഒരു അയവ് വരുന്നില്ല. ഇന്ന് അവലോകന യോഗമൊക്കെ തന്നെയുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകന യോഗം എന്നാണ് പറയുന്നതെങ്കിലും ഈ വിഷയമൊക്കെ തന്നെ ഈ യോഗത്തിൽ ഉന്നയിക്കാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗ് സമസ്ത പോര് രൂക്ഷമാകുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ഇന്ന് മലപ്പുറം ജില്ലയിൽ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് അവലോകനമാണ് ഈ യോഗത്തിന്റെ പ്രധാന അജണ്ട എന്ന് പറയുമ്പോഴും ഇതിൽ സമസ്തയും ലീഗും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ ചർച്ചയാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം, ഇ.ടി. മുഹമ്മദ് ബഷീർ, MP അബ്ദുൾ സമദ് സമദാനി എന്നിവർക്ക് പുറമെ ജില്ലയിലെ MLA മാരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സമസ്ത വിഷയവും യോഗത്തിൽ പ്രധാന ചർച്ചയാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തുടർന്ന് ഈ മാസം 18-ന് കോഴിക്കോട് സംസ്ഥാന നേതൃയോഗവും ചേരുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഇതിൽ എടുത്തു പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിനെതിരെ ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ ലേഖനം വന്നതും ഏറെ ചർച്ചയാകുന്നുണ്ട്. ഇതൊക്കെ തന്നെയും ഈ യോഗത്തിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ലീഗിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ നിസ്സാരവൽക്കരിക്കുന്ന പരിഹാസ റിപ്പോർട്ടുകൾ സുപ്രഭാതത്തിൽ വന്നുവെന്നും ഇത് ആരെയോ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി സുപ്രഭാതം നൃത്തം ചെയ്യുന്നുവെന്നും ചന്ദ്രികയിലെ ലേഖനത്തിൽ പറയുന്നുണ്ട്. കൂടാതെ തന്നെ വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഭിന്നതയാണ് ഈ മുഖപത്രത്തിൽ കൂടി വ്യക്തമായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറെ ചർച്ചയായത്. ഈ സംഭവങ്ങളൊക്കെ തന്നെയും ഇന്നത്തെ നേതൃയോഗത്തിൽ ചർച്ചയാവുമെന്നത് നമുക്ക് എടുത്തു പറയാൻ കഴിയും രജനി.